അവിടെ ഈ ദൈവവചനം അവരുടെ അടുക്കലേക്ക് ചെന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പൗലോസ് പറയുന്നതായ ചില വേദഭാഗങ്ങളുണ്ട്. ഈ ദൈവവചനം പൗലോസ് പറയുന്നത് അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ, 1-ാം അധ്യായത്തിന് 4 മുതലുള്ള വാക്യങ്ങൾ, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ എന്ന് പറയാണ്. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ഈ വാക്യം ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണ്. ഇപ്പോൾ ഈ വലിയ ഉണർവുകാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ ഉണർവ് തുടങ്ങി, ഇനി അത് കർത്താവ് വരുന്നത് വരെ തുടരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്ന ആൾക്കാർ. നിങ്ങളിതൊന്നും കേട്ട് വെരുളേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്നാൽ അവർ പറയുന്ന എടുക്കുന്ന ഒരു വചനം, ഒരു വാക്യമാണ് ഇത്. എന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ സുവിശേഷം വചനമായി അല്ല. അതുകൊണ്ട് വചനമല്ല പ്രധാനം എന്നൊക്കെ പറയുന്ന പാർട്ടികളുണ്ട്. വചനമല്ല വേണ്ടത്, ശക്തിയാ വേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ വചനമായി എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരമായി എന്ന അർത്ഥത്തിലാണ്. ഞങ്ങളുടെ സുവിശേഷം നിങ്ങളുടെ അടുക്കൽ വന്നത് വെറും അക്ഷരമായിട്ടല്ലെന്നാണ് പറയുന്നത്. അല്ലാതെ ഈ വചനവുമായിട്ടല്ലെന്ന, ഈ വചനത്തിലൂടെ ഉള്ളൂ സുവിശേഷം, അല്ലാതെ വേറെ സുവിശേഷം ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, അത് ഇംഗ്ലീഷിൽ കറക്റ്റാണ്. ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത് that our gospel came not unto you in word. വേർഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ വേർഡ് അല്ല, വേർഡ്, അക്ഷരങ്ങളായിട്ടല്ല നിങ്ങളുടെ അടുക്കൽ ഞങ്ങളുടെ വചനം വന്നത്, ഞങ്ങളുടെ സുവിശേഷം വന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനം വെറും അക്ഷരമല്ല. അവിടെ എന്തുണ്ട്? അവിടെ ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത് എന്ന് തന്നെയല്ല, ഈ വചനം കേട്ടപ്പോൾ നിങ്ങൾക്കത് ഉള്ളിൽ, അതാണ് അവർ സുവിശേഷം ചെന്നത് വചനവുമായിട്ടാണ്, വചനമായിട്ടാണ് സുവിശേഷം ചെന്നത്. നിങ്ങളും കേട്ട് കാണും ചിലപ്പോൾ ഈ വാക്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ കാലയളവിൽ പ്രസംഗങ്ങളിലൊക്കെ ഈ ദുരുപദേശം പഠിപ്പിക്കുന്നതിനെതിരായിട്ട് സംസാരിച്ചാലേ പറ്റൂ.